അടിപൊളി വ്യൂ ആണ്. അത് മാത്രമല്ല ഞാനിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായ മാഗ്രിത്ത പിസയാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് ആക്ച്വലി മാഗ്രിത്ത പിസ ഒക്കെ ഒറിജിൻ ചെയ്തത്. സോ ലെറ്റ്സ് ഹാവ് ഇറ്റ്. Ancient times. I'm talking about Stone Age, Neolithic, Mesolithic and Paleolithic age, from 5,000 to 40,000 years ago. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ റോമിലെ സെക്കൻഡ് ഡേ ആണ്. ചെറുതൊരു കോൾഡ് പിടിച്ച് സൗണ്ട് പോയിരിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കവർ ചെയ്യുന്നത് 3 സ്ഥലങ്ങളാണ്. ഒന്ന് പൊംപൈ, സൊറൻറ്റോ ആൻഡ് അമലാഫി കോസ്റ്റ്. സോ നമ്മൾ ആദ്യം പോകുന്നത് സൊറൻറ്റോയിലേക്കാണ്. സോ അവിടെ നിന്നായിരിക്കും നമ്മൾ അമലാഫി കോസ്റ്റും ദെൻ ലേറ്റർ വി വിൽ ഗോ ടു പൊംപൈ. സോ നമുക്ക് കാണാം വിശേഷങ്ങൾ. ഞാൻ സ്റ്റേ ചെയ്തത് റോമിലെ ബൊളങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ മോർണിംഗ് ബസ് കയറി 7:30 7:25 എനിക്ക് ഇവിടെ മെയിൻ പിക്കപ്പ് പോയിന്റിൽ എത്തണം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പിസ ഡെൽ പൊപ്പലോ. റോമിൽ നിന്ന് അറൗണ്ട് ഞാൻ സ്റ്റേ ചെയ്യുന്നതിന് അറൗണ്ട് 20 മിനിറ്റ്സ് ആയിരുന്നു ബസ്സിൽ വന്നത്. സോ ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് എത്തി. എനിവേ നമ്മുടെ ഗൈഡും എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ എൻ്റെ വൗച്ചർ കാണിച്ചു, ഞാൻ റിഡീം ചെയ്തു. സോ ഇതാണ് ഷീസ് അവർ ഗൈഡ്. ഇന്നത്തെ കംപ്ലീറ്റ് ഡേ 13 hours ട്രിപ്പ് വരുന്നത്. സോ വി ആർ ഗോയിങ് ടു സൊറൻറ്റോ ആൻഡ് പൊംപൈ. For us in the street on the narrow and windy road in Amalfi Coast and also with the other cars. His name is Antonio. Let's say good morning to Antonio. Buongiorno Antonio. Buongiorno Antonio. Okay. He's so kind and professional. Okay, so today we have a long day. It's around 13 hours. Okay, so we will be back around 8:59 Italian times. You know, Italians are not so on time. But it depends on the traffic, of course. And it depends on how much we are respecting our time. But before I tell you some technical tips about our journey. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ സൊറൻറ്റോയ്ക്ക് പോകുന്ന വഴിക്ക് ഇൻ ബിറ്റ്വീൻ കോഫി കുടിക്കാനൊക്കെ നിർത്തി. പക്ഷേ ഇവിടുന്ന് ജസ്റ്റ് റീഫ്രഷായി വീണ്ടും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ പഴയ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായ മൗണ്ടൻസ് ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അമാൽഫി കോസ്റ്റാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ. ഇപ്പോൾ നമ്മൾ നേരെ പോണത് ഇപ്പോൾ ലെമൺചൊല്ലോ ഫാക്ടറിക്കാണ്. ലെമൺചൊല്ലോ ഫാക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ചിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ നാരങ്ങയുടെ തൊലി എടുത്തിട്ട് ആൽക്കഹോളിൽ ഇട്ടിട്ടാണ് അവർ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലിക്കർ ക്രിയേറ്റ് ചെയ്യുന്നത്. വെരി ടേസ്റ്റി. അതാണ് ലെമൺചൊല്ലോ ഫാക്ടറിയിലേക്ക് എത്തിയതാണ് നമ്മളിപ്പോൾ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളൂ അവിടെ നിന്ന് പർച്ചേസിങ് വാങ്ങാം കേട്ടോ. These are the different parts of the limoncello factory. As I told you, they make limoncello out of the zest of the lemons. First they peel the lemons, they put them in the 100% alcohol for 1 week, then they divided them. അങ്ങനെ സൊറൻറ്റോ നഗരത്തിലെത്തി. വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് പോണ വഴിക്ക് നമുക്ക് അമാൽഫി കോസ്റ്റും കാണാൻ പറ്റും. ഒരു ലഷ് ഗ്രീനറി ഉള്ള സ്ഥലം തന്നെയാണ് സൊറൻറ്റോ എന്ന് പറഞ്ഞത്. ഞാൻ ഇത്ര ട്രാവൽ ചെയ്തതിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസ് തന്നെയാണ് എനിക്ക് സൊറൻറ്റോ ഉള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് വിശപ്പുണ്ടാകുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നോക്കി നമ്മുടെ അവിടുത്തെ ഒരു സീസൈഡ് റെസ്റ്റോറൻറ്റ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. സോ ഞാൻ അവിടെ പോയി എൻ്റെ ഫേവറേറ്റ് ഒരു പിസ്സ കഴിക്കാനിരിക്കുക. അങ്ങനെ സൊറൻറ്റോയിൽ ലഞ്ചിന് വന്നേക്കാണ്. സോ ലഞ്ച് എന്ന് പറയുന്നത് സൊറൻറ്റോ എന്ന് പറയുന്നത് നമ്മുടെ നേപ്പിൾസിൽ നിന്ന്, ഇറ്റലിയിലെ നേപ്പിൾസിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ സൊറൻറ്റോയിലേക്ക്. അവിടുത്തെ അമാൽഫി കോസ്റ്റിനടുത്തുള്ളൊരു സീസൈഡ് ഏരിയയിലുള്ള റെസ്റ്റോറൻ്റാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ആൻഡ് അടിപൊളി വ്യൂ ആണ്. അത് മാത്രമല്ല ഞാനിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായ മാഗ്രിത്ത പിസയാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് ആക്ച്വലി മാഗ്രിത്ത പിസ ഒക്കെ ഒറിജിൻ ചെയ്തത്. സോ ലെറ്റ്സ് ഹാവ് ഇറ്റ്.
അങ്ങനെ അവിടുന്ന് ലഞ്ചെല്ലാം കഴിഞ്ഞ് നമ്മുടെ അമാൽഫി കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ബേ ഓഫ് നേപ്പിൾസിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഭയങ്കര റിലാക്സേഷൻ ഉണ്ടോ ഇവിടെ. എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ ജസ്റ്റ് അടിയിലൊരു സ്ഥലം കൂടി ഉണ്ട്, ഇവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നത്. യെസ്, നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇനി വില്ല കമ്മ്യൂണി പോകണം. ഇവിടെ തന്നെ എന്ത് ബ്യൂട്ടിയാണ് നോക്കിയേ, ലൈക്ക് ദ ബേ ഓഫ് നേപ്പിൾസ്. അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ദ ഐലൻഡ് ഓഫ് കാപ്രി കാണാൻ പറ്റും. ആൻഡ് മൗണ്ട് വെസ്യൂസിയസ് അടിപൊളി. ഇവിടുത്തെ വിൻഡായാലും ഇറ്റ്സ് റിയലി അമേസിങ്. അങ്ങനെ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ടിപ്പോൾ പോണത് വില്ല കമ്മ്യൂണിക്ക്. ഈ വില്ല കമ്മ്യൂണി എന്ന് പറയുന്നത് ഇവിടെ തന്നെയുള്ളൊരു സ്മോൾ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് വാൻറ്റേജ് പോയിൻ്റാണ്. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടുന്ന് കുറച്ച് നടക്കണം വില്ല കമ്മ്യൂണിലേക്ക് എത്താനായിട്ട്. റെസ്റ്റോറൻറ്റും ഷോപ്സും ഒരു പ്രത്യേക ബ്യൂട്ടിയാണല്ലോ ഇറ്റാലിയൻ. അങ്ങനെ വില്ല കമ്മ്യൂണിലേക്ക് എത്തി. ഇവിടെ നമുക്കൊരു €4 കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റിൽ കയറാം. ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അടിയിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ മെയിൻ ഒരു കോസ്റ്റൽ സൈഡ് ഉണ്ട്, അവിടെ പോകണമെങ്കിൽ €4 അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ അത് എടുക്കുകയും ചെയ്തു. കാരണം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി പോലും നടക്കില്ല, കാരണം ഐ എം ഓൾറെഡി ഗെറ്റ് ബിറ്റ് ടയേർഡ് ആൻഡ് നോട്ട് വെൽ. സോ ഞാൻ അവിടെ നിന്ന് ലിഫ്റ്റ് എടുത്തിട്ട് പോയത്. ചില ആൾക്കാർ ഇവിടെ നിന്ന് താഴത്തേക്ക് നടന്ന് പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ എന്ത് ബ്യൂട്ടിയാന്ന് നോക്കിയാൽ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. പിന്നെ ആ ബേ ഓഫ് നേപ്പിൾസും കാണാനായിട്ട് വാവ്. അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. നമ്മൾ വില്ല കമ്മ്യൂണിറ്റിയുടെ അടിയിലേക്ക് ഇറങ്ങുവാണ്. സ്റ്റെപ്പ് ഉണ്ട്, പക്ഷേ സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ നേരെ പോയിട്ട് ജസ്റ്റ് ഒന്നുകൂടി വിശാലമായി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ്ടോ മെയിനായിട്ട് ആൾക്കാരൊക്കെ വന്ന് റിലാക്സ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്നാണ് വരുന്നത്, ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നാണ് വരുന്നത് ആൾക്കാരെല്ലാവരും. ശരിക്കും വൺ ഡേ സ്റ്റേ എടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വെരി അമേസിങ് പ്ലേസ്. പോസിറ്റീവ് എനർജി ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു ഈ സ്ഥലത്ത്. ആൻഡ് എന്താ പറയുക, ദ ബേ ഓഫ് നേപ്പിൾസ് ഇവിടെ നിന്ന് നോക്കി കാണുന്ന മൗണ്ട് വെസ്യൂസ് ആൻഡ് അമാൽഫി കോസ്റ്റ്, ഒന്നും പറയാൻ, ഇത് കുറേ പറയണമെന്നുണ്ട് ആക്ച്വലി. ദ വാട്ടർ ഈസ് റിയലി ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. അങ്ങനെ ആ ഒരു മനോഹരമായ അമാൽഫി കോസ്റ്റ് അല്ലെങ്കിൽ ബേ ഓഫ് നേപ്പിൾസ് എല്ലാം കണ്ടിട്ട് നമ്മൾ സൊറാൻറ്റോ സ്ട്രീറ്റിലേക്ക് കൂടെ നടക്കുകയാണ്. അപ്പം നെക്സ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് പൊമ്പയിലേക്കാണ് പോകുന്നത്. പൊമ്പൈ എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ റോമൻ ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു സ്ഥാനം ഉള്ളൊരു സ്ഥലമാണ് പൊമ്പൈ നഗരം. അങ്ങനെ സൊറൻറ്റോന്ന് ഇപ്പോൾ പോവാണ്. സൊറൻറ്റോന്ന് നേരെ പോണത് പൊമ്പയിലേക്കാണ്. സോ പൊമ്പൈ എന്ന് വെച്ചാൽ ഒരു ഓൾഡ് സിറ്റിയാണ്, ബട്ട് ഇറ്റ് ഈസ് എ റിയലി അമേസിങ് പ്ലേസ്. അത് പണ്ട് 17th അവിടെ വോൾക്കൻ ഇറക്റ്റ് ഉണ്ടായിട്ട് അവിടെ ഫുള്ള് നശിച്ചു പോയ സിറ്റി. പക്ഷെ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളും, അത് മാത്രമല്ല ഇറ്റ്സ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ആക്ച്വലി ഇപ്പോൾ അവിടെ കാണാനായിട്ട്. സോ എനിവേ ദ നെക്സ്റ്റ് വിസിറ്റ് ഈസ് ഓഫ് ടു പോംപെയ്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ബസ്സിൽ കയറി പോകണം. അപ്പോൾ 2 o'clock ആകുമ്പോഴേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വൺ ഓഫ് ദ പ്ലസ് പോയിന്റ് കിട്ടിയെന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രാവൽ ചെയ്ത് ഡിഫറെൻറ്റ് നേഷണാലിറ്റിയുടെ ഒപ്പമാണ്. ലൈക്ക് US നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു, മെക്സിക്കോ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇംഗ്ലണ്ട്, പല കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. Ancient times. I'm talking about Stone Age, Neolithic, Mesolithic and Paleolithic age, from 5,000 to 40,000 years ago. Men were living in this area because of the fertility of the soil, the natural food given to you just naturally by the nature. Thanks to many terrible tragedies. I'm talking about eruptions. And you see Sorrento down there on the right? Well, most of the gladiators were slaves. That's where the gladiators used to live. When they dug this area out in 1756, they discovered 18 skeletons of gladiators here.
and the skeleton of a lady full of jewelries. The last 2000 years, I was telling you, 36 eruption. ഞാനിപ്പോൾ ഉള്ളത് പൊമ്പയിലാണ്, ഇറ്റലിയിലുള്ള പൊമ്പയിൽ. സോ പൊമ്പൈ മീൻസ് നമ്മുടെ സ്റ്റോൺ ഏജിലൊക്കെ ആൾക്കാർ താമസിച്ചായിരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ആൻഡ് ഇൻ 79 CE മോർ ദാൻ 6000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായി. അതുപോലെ തന്നെ ഇത് മൊത്തം നശിച്ചു പോയായിരുന്നു ആക്ച്വലി. അതിനുശേഷം 1759 ആർക്കിയോളജിസ്റ്റ് ഈ സ്ഥലം കണ്ടെത്തുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഇവിടെ കുറേ നിഗൂഢതകൾ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ പൊമ്പൈ സിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സതേൺ ഇറ്റലിയിൽ വരുന്ന സ്ഥലമാണ് കേട്ടോ പൊമ്പൈ. ആൻഡ് ഇപ്പോഴും അവിടെ ആക്റ്റീവ് വോൾക്കാനോ ഉണ്ട്, വെസുവസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ദിസ് ഏഷ്യൻ സിറ്റി വാസ് ബറീഡ് ബൈ 79th AD ബൈ ദ മൗണ്ട് വെസ്യൂസ്. അന്നത്തെ ആ വോൾക്കാനിക് ഇറപ്ഷനിൽ കംപ്ലീറ്റ് നശിച്ചു പോയായിരുന്നു ഇവിടെ എല്ലാവരും. സോ നമുക്കിപ്പോൾ പണ്ടത്തെ ഏഷ്യൻ റോമൻ ആൾക്കാരുടെ ഡേ ടു ഡേ ലൈഫ് നമുക്കറിയണമെങ്കിൽ ആക്ച്വലി ഈ ഒരു ലക്കി അല്ല അൺലക്കി പ്ലേസിൽ വന്നിട്ട് കാണണം. ദാറ്റ് ഈസ് കോൾഡ് പൊമ്പൈ. പൊമ്പൈ എന്ന് പറയുന്നത് ശരിക്കും ഒരു അൺലക്കി പ്ലേസ് ആണ്, ബട്ട് ഒരു വാസ്റ്റ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് കൂടിയാണ്. ഓക്കെ. ആൻഡ് പൊമ്പൈ വാസ് ഫൗണ്ട് ഇൻ 600 BC. അല്ലെ എന്താ പറയുക, ഇത് ആക്ച്വലി ഇതൊരു മിഡിൽ ക്ലാസ് ഫാമിലി, റോമൻ കാലഘട്ടത്തിലെ മിഡിൽ ക്ലാസ് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഏകദേശം ഒരു 20,000 റെസിഡൻസ് ഇവിടെ താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 40 ബേക്കറീസ്, 130 ബാർസ്, റെസ്റ്റോറൻറ്റ്സ്. അങ്ങനെ October 25th അതായത് AD 79 നൈറ്റാണ് ഈ വേഴ്സേഴ്സ് പൊട്ടിത്തെറിക്കുന്നതും അതായത് വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവുന്നതും. കണ്ടോ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇറപ്ഷനിൽ ഉണ്ടായിരുന്നിട്ട് ആ ലാവ കൊണ്ട് മുതൽ ശരിക്കും ഒറിജിനൽ ബോഡിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അത് ഡീകമ്പോസ് ചെയ്ത് എടുത്തേക്കണ സാധനങ്ങൾ അതൊക്കെ. ആൻഡ് റിയലി എന്താ പറയുക, ഇങ്ങനൊരു സിറ്റി തന്നെ ആഫ്റ്റർ 1500 ഇയേഴ്സിന് ശേഷമാണ് അവർക്കറിയുന്നത്. ഇത് കൂടുതൽ ഈ ഏരിയ എന്ന് വെച്ചാൽ ഗ്ലാഡിയേറ്റേഴ്സിനൊക്കെ പണ്ട് കൊണ്ട് താമസിച്ചിരുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. ആൻഡ് അങ്ങനെ 1500 വർഷങ്ങൾക്ക് ശേഷം ഇൻ 1599 പൊമ്പൈ ഒരു ആക്സിഡൻ്റലി ഈ കനാലൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോഴാണ് ഈ സിറ്റി ഇങ്ങനെ സിറ്റി പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയപ്പെടുന്നതും. അങ്ങനെ 1748 ഇത് ഡിഗ് ചെയ്യണത്. ഡിഗ് ചെയ്ത് സ്റ്റിൽ ഡിഗിങ് ഈസ് ഗോയിങ് ഓൺ, സ്റ്റിൽ മിസ്റ്ററീസ് ദർ. ഇതാണ് പൊമ്പൈ സിറ്റി. ഹായ്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ റോമിലെ 3 days സ്റ്റേക്ക് ശേഷം നമ്മൾ നേരെ ഇപ്പോൾ ബെൽജിയം പോവുകയാണ്. സോ ബെൽജിയത്തിൽ നിന്നിട്ട് 2 days നിന്നിട്ടായിരിക്കും ദുബായിലോട്ട് പോകുന്നത്. സോ ഞാനിപ്പോൾ കാലത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നേരെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് റോമിൽ നിന്ന് ഫ്ലൈറ്റ് വരുന്നത് ബെൽജിയത്തിലേക്ക് 2 ഫ്ലൈറ്റാണുള്ളത്. എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് എനിക്ക് കിട്ടിയില്ല, ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട്.